ഭൂരിപക്ഷം 2019 സ്വന്തമാക്കിയ രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയിരിക്കുന്ന മണ്ഡലം വയനാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. അതെ, അഹമ്മദിന്റെ റെക്കോർഡൊക്കെ കടപുഴക്കി രാഹുൽ ഗാന്ധി ചുരം കയറി ചെന്ന് സ്വന്തമാക്കിയത് 4,31,170 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ സ്വന്തമാക്കിയ രാഹുൽ ഗാന്ധി ഇത്തവണയും വരുമോ? രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുമോ എന്ന ചോദ്യമുയർത്തുന്ന വയനാട് മണ്ഡലത്തിലാണ് നമ്മുടെ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വയനാട്ടിലെ. അതെ, ആനയും കടുവയും ഇറങ്ങുന്ന വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പറയത്തക്ക ചരിത്രമൊന്നും വയനാടിനില്ല. 2009 മണ്ഡലം നിലവിൽ വരുന്നത് തന്നെ. വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ 3 ജില്ലകളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ. മണ്ഡല രൂപീകരണ ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലം. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2009 ആദ്യ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസ് നേടിയത് 2 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം. 2014 സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 16 പേർ മത്സരിച്ചു. എന്നിട്ടും 20,870 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി MI ഷാനവാസ് വിജയിച്ചു. 2019 രാഹുൽ ഗാന്ധിയെ കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വയനാട്ടിലെ വോട്ടർമാർ ലോക്സഭയിലേക്ക് അയച്ചു. കോൺഗ്രസ് കോട്ടയിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ രാഹുൽ ഗാന്ധിയായിരുന്നു ട്രെൻഡ്. 10,89,999 വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിക്ക് 7,06,367 വോട്ടുകൾ കിട്ടിയപ്പോൾ ഭൂരിപക്ഷം 4,31,770 എന്ന മാന്ത്രിക സംഖ്യ തൊട്ടു. 2020 കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി വയനാട് തുടരുകയാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ മുഖങ്ങളിൽ ഒരാളായ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കാനെത്തും എന്നാണ് പ്രതീക്ഷ. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായതിനാൽ എതിരാളിയായി ആര് വന്നാലും വീണ്ടും വയനാട്ടിൽ വിജയം കൊയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. UDFന്റെ ഉറച്ച കോട്ട. അതെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഉണ്ടാകുമോ ഉണ്ണി സാർ? ഈ UDFന്റെ ഉറച്ച കോട്ടയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വയനാടിന്റെ അസംബ്ലി സെഗ്മെന്റ് എടുത്തു നോക്കിയാൽ 7 മണ്ഡലങ്ങളാണല്ലോ. 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ മാത്രമാണ് UDFനോടൊപ്പം ഉള്ളത്. ബാക്കി 3 മണ്ഡലങ്ങളും LDFനോടൊപ്പമാണുള്ളത്. നമ്മൾ നേരത്തെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ അത് കോഴിക്കോട് നിന്ന് തിരുവമ്പാടി മണ്ഡലം ഈ പറയുന്ന വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. മലപ്പുറത്തിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂര്, വണ്ടൂര് ഈ 2 മണ്ഡലങ്ങളും വയനാടിന്റെ ഭാഗമാണ്. ബാക്കി 4 മണ്ഡലങ്ങൾ വയനാട്ടിൽ തന്നെ. ബാക്കി ഈ പറയുന്ന മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ. അപ്പോൾ ഏറനാടും ഉണ്ട് കേട്ടോ. മലപ്പുറത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറനാട്, അതുപോലെ തന്നെ നിലമ്പൂര്, വണ്ടൂര് ഈ 3 മണ്ഡലങ്ങൾ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് വരുന്നു. തിരുവമ്പാടി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വരുന്നു. മറ്റ് 3 മണ്ഡലങ്ങളാണ് ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടിയും. ആ ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടി OR കേളുവാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖാണ്. ബത്തേരിയിൽ IC ബാലകൃഷ്ണനാണ്. ഞാൻ പറഞ്ഞു വന്നത് 4 കോൺഗ്രസ് മണ്ഡലങ്ങളും 3 LDF മണ്ഡലങ്ങളും ചേർന്നിട്ടുള്ള ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയാണ് ഈ പറയുന്ന വയനാട് എന്ന് പറയുന്നത്. അവിടെ പക്ഷേ 2019 ഇത് 2021 സ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത്, നിയമസഭയിലെ സ്ഥിതി. പക്ഷേ 2019 സ്ഥിതി എന്താ? തെരഞ്ഞെടുപ്പിൽ 4,31,000 വോട്ടാണല്ലോ ഭൂരിപക്ഷം. 2 ലക്ഷത്തി ശിഷ്ടമാണ് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. VP സാനുവാണ് അവിടെ മത്സരിച്ചത്. VP സുനീർ. അപ്പം PP സുനീറാണ് മത്സരിച്ചത്. അപ്പൊ സുനീറിന് കിട്ടിയ വോട്ടിന്റെ ഇരട്ടിയാണ് നമുക്ക് ആ വോട്ട് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ. നമുക്ക് ആ ഒരു വോട്ട് ഗ്രാഫിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ക്വിക്ക് റെഫറൻസ് ആക്കാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ലൈൻ ഗ്രാഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ UDFന്റെ വോട്ട് വിഹിതം അത് കുതിച്ചുയരുന്നതാണ്. നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്നത് 2014 MI ഷാനവാസ് മത്സരിക്കുമ്പോൾ അത് 41.20 ആയിരുന്നു. LDFുമായുള്ള വ്യത്യാസം നോക്കൂ, 39.39 മാത്രമാണ്. എന്നാൽ നോക്കൂ, 2019 എത്തുമ്പോൾ 64.67% ഉയരുകയാണ്. രാഹുൽ ഗാന്ധി ഉയർത്തുകയാണ് ആ വോട്ട് വിഹിതം. അത് 25.14 LDFന് അവിടെ കിട്ടുന്നത്. ആ വോട്ട് വ്യത്യാസത്തിന്റെ ആ ഒരു വലിയ മാർജിൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. 2021 ആകുമ്പോഴേക്കും UDFന്റെ വോട്ട് വിഹിതം 64.67 നിന്നും സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. വയനാടൻ ചുരം ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വന്ന് ലാൻഡ് ചെയ്യുന്നത് 47.36 അതേസമയം LDF 25.14 നിന്ന് കുത്തനെ ചുരം കയറുകയാണ്. 43.84 ഫിനിഷ് ചെയ്യുന്നു. NDAക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. കുറയുകയാണ് ചെയ്തത്. 2014
2014 8.83 ആണെങ്കിൽ 2019 തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ 7.22 അത് കുറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഗ്രഗേറ്റ് എടുത്ത് നോക്കുമ്പോൾ അത് 6.58 നിൽക്കുന്നു. ഇവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്, കോൺഗ്രസും CPI-യും തമ്മിലാണ്. വയനാട് മണ്ഡലം അത് ഇക്കുറി എങ്ങനെ ചിന്തിക്കുമെന്നതിന്റെ ഒരു റെഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ നിലവിലുണ്ടോ? നോക്കൂ, ഇപ്പം രാഹുൽ ഗാന്ധി അവിടെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 2019. അപ്പോഴാണ് ഈ വലിയ മുന്നേറ്റം കോൺഗ്രസ് അവിടെ ഉണ്ടാക്കിയത്. നോക്കൂ, ഇപ്പം 25% കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി എത്രയാണ്? 64.64% അല്ലെ? എന്ന് പറയുമ്പോൾ എത്രയാണ് വ്യത്യാസം? 40% വ്യത്യാസമാണ്. ഈ 40% വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷവും. അപ്പോൾ അവിടെ എന്താ പറയുക, രാഹുൽ ഗാന്ധിയുടെ ആ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്, ഏറ്റവും ആധികാരികമായ വിജയമാണ്. അത് ഷാനവാസിന് നേടാൻ കഴിഞ്ഞതിനേക്കാൾ എത്രയോ മുകളിലുള്ള വിജയമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ പ്രഭാവവും അതുമാത്രമല്ല, വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച കോട്ടയാണ്. കോൺഗ്രസ് മാത്രമല്ല, അവരുടെ ശക്തി ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. ലീഗിന്റെ പവറാണ് അവിടെ കണ്ടത്. അതെ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. രാഹുൽ ഗാന്ധി മോസ്റ്റ് പോപ്പുലർ ആണ്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ടത്. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ MP-യുടെ പേര് അറിയാമോ? എല്ലാവർക്കും അറിയാമെന്നുള്ളത്. എല്ലാവർക്കും അറിയാം. നാട്ടാർക്കെല്ലാം പരിചിതനാണ് രാഹുൽ ഗാന്ധി. 98.4%. 1.6% ആളുകൾ മാത്രമാണ് MP-യുടെ പേര് അറിയില്ല, അല്ലെങ്കിൽ അത് മറ്റുത്തരങ്ങൾ നൽകിയതാകാം, MLA-യുടെ പേര് പറഞ്ഞതാകാം. രാഹുൽ ഗാന്ധി എല്ലാവർക്കും MP ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 98.4% എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായും 100% ആളുകൾക്കും അദ്ദേഹത്തെ അറിയാമെന്നത് തന്നെയാണ്. യാതൊരു കൺഫ്യൂഷനും ആ കാര്യത്തിനകത്തില്ല. അടുത്തത് MP-യുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. വളരെ മികച്ചതെന്ന 18.6%, മികച്ചതെന്ന 25.3%, ടോട്ടൽ 43.9%. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? 43.9% ആളുകൾ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ തൃപ്തരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. മോശം എന്ന് പറയുന്നത് 20% താഴെ ആളുകൾ 18.7% മാത്രം. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. 18.7% മാത്രമാണ് മോശം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിൽ മതിപ്പുള്ളവരാണ്. അപ്പോൾ അതൊരു സ്ട്രോങ് ഇൻഡിക്കേറ്ററാണ്. ഇതിലൊരു കാര്യം കൂടി, നേരത്തെ നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ മണ്ഡലത്തിലെ ജനകീയത എന്ന് പറയുന്നത് മണ്ഡലത്തിൽ എത്രത്തോളം സജീവമാണ് എന്നതിനെ ആസ്പദമാക്കിയാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പക്ഷേ വയനാട്ടിൽ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. കാരണം അദ്ദേഹം കൂടുതൽ സമയവും ദില്ലിയിലും, ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര, അത് കഴിഞ്ഞ് ഭാരത് ജോഡോ ന്യായ് യാത്ര, അങ്ങനെ യാത്രകളിലൂടെയാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ വയനാട് എന്ന മണ്ഡലത്തിൽ അത്രയും സമയം ചെലവഴിക്കാതിരുന്നിട്ടും രാഹുൽ ഗാന്ധിയെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അർത്ഥം ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര, ദേശീയ നേതാവ് എപ്പോഴും വരേണ്ട നേതാവല്ല, എല്ലാവരുടെയും കാര്യങ്ങൾ പരിശോധിക്കേണ്ട നേതാവാണ്. ആ നിലയ്ക്കാണ് വയനാട് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ മറ്റു ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിശ്ചയമായും വയനാട്ടിലെ വോട്ടർമാർക്ക് ബോധ്യമുണ്ടാകും. അതുകൊണ്ട് വയനാട്ടിൽ നിരന്തരം ഒരു സാന്നിധ്യമായിരിക്കണം ആ MP എന്ന് അവരാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവിന് സാധ്യമായിട്ടുള്ള ഒരു കാര്യവുമല്ല. അവിടെ രാഹുൽ ഗാന്ധി നിരന്തരം ആ മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഒരു ആക്ഷേപമായി പറയേണ്ട കാര്യമല്ല. നേരത്തെ സുജയ സൂചിപ്പിച്ച കണക്ക് രാജ്യത്ത് ഒപ്പോസിഷനെ യുണൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു നേതാവ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും ഒക്കെ നടത്തിയിട്ടുള്ള നേതാവ്, മണിപ്പൂർ പോലുള്ള സംഘർഷ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നേതാവ്, ആ അർത്ഥത്തിലൊക്കെ ദേശീയ തലത്തിൽ ഒട്ടേറെ എൻഗേജ്മെന്റ് ഉള്ള ഒരു നേതാവ്, അത് നിശ്ചയമായും. അതുകൊണ്ട് വയനാട്ടുകാർ അത് പൊറുക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് വളരെ പ്രധാനമാണ്. 43.9% ആളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണ്. അതേസമയം കേവലം 18.7% മാത്രമാണ് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ MP-യുടെ പ്രവർത്തനങ്ങൾ അവർ വളരെ ഗൗരവത്തോട് കാണുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3യിലേക്ക് പോകാം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാന വിഷയമായി കണക്കാക്കുന്നത് എന്തായിരിക്കും? ഏത് വിഷയത്തിനാണ് വയനാട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്ന് നോക്കാം. ആൻസേഴ്സ് ആർ ഹിയർ. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്നത് പ്രധാന ഘടകമായി കാണുന്നവർ 15.1% പേരാണ്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം 4.2% പേർ പ്രധാന ഘടകമായി കാണുന്നു. വികസന പ്രവർത്തനം 32.1%. അഴിമതി 7.7, തൊഴിലില്ലായ്മ 11.1, രാജ്യസുരക്ഷ 11.3%. അവിടെയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. നോക്കൂ, ഈ മാവേലിക്കര മണ്ഡലത്തെക്കാൾ കൂടുതൽ ആളുകൾ അയോധ്യയുടെ കാര്യത്തിലും ഈ പറയുന്ന രാജ്യസുരക്ഷയുടെ കാര്യത്തിലും വയനാട്ടിൽ
കൂടുതൽ മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. അതായത് ഞാനത് കൂട്ടി നോക്കുമ്പോൾ 15.5% പേര് ഈ രാജ്യസുരക്ഷയ്ക്കും അയോധ്യ ക്ഷേത്രത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. അതേപോലെ തന്നെ വളരെ പ്രധാനമാണ് കേട്ടോ, അഴിമതി 7.7%, വിലക്കയറ്റം 16.6%, ഒട്ടും കുറവല്ല. ഒട്ടും കുറവല്ല, 16.6%, തൊഴിലില്ലായ്മ 11.1%. അപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇത് മൂന്നും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. ആ മൂന്നും കൂടി ചേരുമ്പോൾ 35.4%. പറഞ്ഞുകൂടാ, തൊഴിലില്ലായ്മ എന്നുള്ളത് രാഹുൽ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ദേശീയ തലത്തിൽ തന്നെ. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് വീണ്ടും ഈ പറയുന്ന ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ വരുന്നു. അവിടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വികാരം നിൽക്കും. അത് പക്ഷേ ഒട്ടും അപ്രതീക്ഷിതമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നമുക്ക് നോക്കൂ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ആ വ്യക്തി പ്രഭാവത്തിനാണ് വോട്ട്. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ മുന്നിൽ നിർത്തി വോട്ട് പിടിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, മറ്റു ഘടകങ്ങളും ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന, അതായത് പേഴ്സൺ സ്പെസിഫിക് മാത്രമല്ല സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണും വയനാട്ടിലുണ്ട്. അടുത്ത ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ്. അവിടെ അവരുടെ MP തന്നെ നിശ്ചയമായും രാഹുൽ ഗാന്ധി തന്നെയാണ്. 49.4% എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് അവിടെ 25.3%. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരണമെന്ന് വയനാട്ടിൽ ആഗ്രഹിക്കുന്നത് 25.3. തരൂരിനേക്കാൾ മുകളിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്. അതെ, തരൂരിനേക്കാൾ മുകളിൽ ഖർഗെ. ഇതൊരു അതിശയമാണല്ലോ ഉണ്ണി സാർ. അല്ല, അവിടെ ഒരു കാര്യമുണ്ട്, അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ ശശി തരൂരിന്റെ ഈ കഴിഞ്ഞ കോഴിക്കോട് പ്രസംഗം എന്ന് പറയുന്നത് ചെറിയ ഡാമേജ് അല്ല പറ്റിയിട്ടുള്ളത്. ഹമാസിനെ ഉയർത്തിപ്പിടിച്ച ശശി തരൂരിന്റെ കോഴിക്കോട് പ്രസംഗം എന്ന് പറയുന്നത് നിശ്ചയമായും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു എതിർവികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ചെറിയ നിരാശയുണ്ട് കേട്ടോ എനിക്ക്. കാരണം വെച്ചാല് ഇപ്പോ 65% വോട്ടാണല്ലോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. 40% ഭൂരിപക്ഷവുമുണ്ട് അല്ലെ. 25% രണ്ടാം സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. വ്യത്യാസം 40%. പക്ഷേ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് 50%. പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് 50% ആളുകളാണ്. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം വെച്ചാൽ 50ഉം 65ഉം തമ്മിലുള്ള വ്യത്യാസമുണ്ട്, 15% വ്യത്യാസമുണ്ട്. അപ്പോഴും 50% അതിനൊരു കാരണമുണ്ട്. അതിനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ തവണ 2019 വീശിയടിച്ച ഒരു വയനാടൻ കാറ്റ് പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, വയനാട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി. അതിന് പോയതാണ് 65. ഇക്കുറി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വയനാട്ടുകാർ കരുതുന്നില്ല എന്നതും ഒരു ഘടകമാണ്. നോക്കാം, അടുത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് വ്യക്തമാക്കും. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് വയനാട് വിധി എഴുതിയത്? നോക്കാം. മികച്ചതാണോ മോശമാണോ? എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ്? വളരെ മികച്ചതെന്ന 12.5%, മികച്ചതെന്ന 23.1%. ടോട്ടൽ 35.6% പേർ മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അടുത്തതാണ് കൗതുകരം. അതെ, മോശമെന്ന് പറയുന്നത് 18.6%, വളരെ മോശമെന്ന് പറയുന്നത് 17.0%, അതായത് 35.6%. ഒരേപോലെ. അതായത് മികച്ചത് എന്ന് പറയുന്നവർ 35.6%, മോശം എന്ന് പറയുന്നവരും 35%. ആ ശരാശരിയിലാണ് എന്റെ പ്രതീക്ഷ 26.8%. അവരെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയും നേരം മോദി രാഹുലായിരുന്നു. അതെ, ഇനി നമ്മൾ കേരളത്തിലേക്ക് ഇറങ്ങി വരുന്നു. കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് വയനാട്ടിലെ വോട്ടർമാരുടെ അഭിപ്രായം എന്താണ്? മികച്ചതെന്നാണോ അവർ അഭിപ്രായപ്പെടുന്നത്? എന്താണ് അവരുടെ അഭിപ്രായം? നോക്കാം. ആൻസേഴ്സ് ആർ ഹിയർ. വളരെ മികച്ചതെന്ന 3.7%, മികച്ചതെന്ന 11.3%. അതായത് 15% പേർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുന്നു. മോശമെന്ന അഭിപ്രായം പറയുന്നത് 24.5 പേർ, വളരെ മോശം എന്ന അഭിപ്രായം പറയുന്നവർ 31%. അതായത് 55.5% പേര് ഈ സർക്കാരിന് എതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു. 55.5% പേർ ഈ സർക്കാരിന്റെ പ്രകടനത്തെ മോശമെന്ന് വിലയിരുത്തുമ്പോൾ, അത് പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ മോശമെന്ന് വിലയിരുത്തുമ്പോൾ, കേവലം 15% ആളുകൾ മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതും വളരെ സ്ട്രോങ് ആയ ഇൻഡിക്കേറ്ററാണ്. ഒരു ആന്റി ഇൻകംബൻസി വയനാട്ടിൽ ശക്തമായിരിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന 50% പേർ, ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്ന് പറയുന്ന 55%. അപ്പോൾ വളരെ ക്ലിയർ ഇൻഡിക്കേഷനാണ്. അതേപോലെ തന്നെ MP-യുടെ പ്രവർത്തനം വളരെ മികച്ചതാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകൾ. എല്ലാം കൊണ്ടും രാഹുൽ ഗാന്ധി ഇതുവരെയുള്ള അന്വേഷണത്തിൽ വളരെ സേഫാണ്. അടുത്ത ചോദ്യം ഇതിനോട് കണക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മെച്ചപ്പെട്ടോ? അതെ, 5.6% പേർ മെച്ചപ്പെട്ടു എന്ന്.
ഒരുപോലെ എന്ന് 18.4%. മോശമായി എന്ന് പറയുന്നത് 72.4% ആളുകളാണ്. അതായത് വലിയ കണക്കാണ്. മോശം എന്ന് പറയുന്നത് ഒരു ബിഗ് നമ്പറാണ്. അത് മറ്റു മണ്ഡലങ്ങളിലേതിന് സമാനമായി വയനാട്ടിലും നമ്മൾ കാണുമ്പോൾ ഇതൊരു പൊതുവികാരം എന്ന ഒരു വിലയിരുത്തലേക്ക് ഏകദേശം നമ്മൾ മൂന്നിലൊന്ന് മണ്ഡലങ്ങളിലേക്ക് എത്തുകയാണ്. ഇത് 6ാമത്തെ മണ്ഡലമാണ്. അതെ, ഈ 6ാമത്തെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള അഭിപ്രായം, ഈ 6 മണ്ഡലങ്ങളിലെയും അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ്. 1. 2, ആ എതിർവികാരത്തെ അതിജീവിക്കാൻ വേണ്ടി പിണറായി സർക്കാർ എടുത്ത ഏറ്റവും വലിയ മുൻകൈയായിരുന്നു ഈ നവകേരള ആ നവകേരള യാത്രയ്ക്ക് എതിരായിട്ടും വലിയ വികാരം. അതൊക്കെ 70% മുകളിലാണ്. അതായത് ഈ സർക്കാരിന്റെ പെർഫോമൻസ് വളരെ മോശമാണെന്ന് വിലയിരുത്തുന്നവർ ഏതാണ്ട് 60% മുകളിലായിരിക്കുന്നു. നവകേരള സദസ്സ് മോശമായി പോയി എന്ന് പറയുന്നത് 70% മുകളിലായിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് പറയുന്നവർ 50% മുകളിലേക്കായിരിക്കുന്നു. അതുകൊണ്ട് ഈ 6 മണ്ഡലങ്ങളിലെ ജനവികാരം വിലയിരുത്തുമ്പോൾ വലിയ പ്രതീക്ഷ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വെച്ച് പുലർത്താൻ കഴിയില്ല എന്ന സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ 3ൽ 2 ആളുകൾ സർക്കാരിനെതിരായി നിൽക്കുമ്പോൾ സർക്കാരിന് അല്പം ആശ്വാസം പകരുന്ന ഒരു ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വലിയ പ്രതീക്ഷയില്ല സുജയ. കാരണം പറയരുത്. വളരെ മികച്ചത് വയനാട്ടുകാർ പറയട്ടെ. വളരെ മികച്ചത് എന്ന് 3 ഉത്തരം. അതെ, വയനാടിന്റെ ഉത്തരത്തിൽ വളരെ മികച്ചത് എന്ന് 3.2% പേർ പറയുമ്പോൾ മികച്ചത് എന്ന് 25.9% പേർ. അതായത് 29.1%. അങ്ങനെയാണെങ്കിൽ മോശമെന്ന് പറഞ്ഞതോ 16.2, വളരെ മോശമെന്ന് 12.7. കേവലം 1% വ്യത്യാസം പോലും. അതെ, 28.7 എന്ന് പറയുമ്പോഴത്തേക്കും 1% വ്യത്യാസമേ ഉള്ളൂ. അതായത് പ്രതിപക്ഷത്തെ അങ്ങ് അടച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല വയനാട്ടുകാർ. ഞാൻ പറഞ്ഞല്ലോ 4 MLA-മാർ അവരുടേത് ഈ പറയുന്ന ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ കയ്യിലാണ്. പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലാണെന്ന് പറയാൻ കഴിയില്ല, ലീഗിന്റെ മികവുമാകാം. പിന്നെ കാരണം വെച്ചാൽ 4 അവിടെ കോൺഗ്രസ് MLA-മാരും ലീഗിന്റെ ഒരു MLA-യും ഉണ്ട് അല്ലെ. അങ്ങനെ 4 MLA-മാര് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ LDF പിന്നെ UDF-നൊപ്പമാണ്. 3 MLA-മാരാണ് LDF-നൊപ്പമുള്ളത്. അപ്പം വളരെ അടുത്താണ്. പൂർണ്ണമായും പ്രതിപക്ഷത്തെ മാവേലിക്കര പോലെ പൂർണ്ണമായും പ്രതിപക്ഷത്തെ തള്ളിക്കളയുന്നില്ല വയനാട്. യെസ്, അപ്പോൾ വയനാടിന്റെ ഉത്തരം അതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി പോകാം. വയനാട്ടിലൂടെ എങ്ങനെയാണ് നവകേരള സദസ്സിന്റെ യാത്ര? ഇതുവരെ കണ്ട മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം വരുന്നുണ്ടോ നോക്കാം. ചുരം കയറി നവകേരള സദസ്. അടുത്തിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നടത്തിയ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ നിവേദനങ്ങൾ ഏറ്റുവാങ്ങിയ നവകേരള സദസ്സിനെ കുറിച്ച് വയനാടിന്റെ അഭിപ്രായം എന്താണ്? വേണ്ടിയിരുന്നോ നവകേരള സദസ്? ആവശ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ 15.1%. വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവർ വലിയ കണക്കാണ്, 79.6%. സർക്കാരിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ബസ് പിടിച്ച് കേരളം മുഴുവൻ സഞ്ചരിച്ചത് ആരും അംഗീകരിച്ചിട്ടില്ല. 80% പേരാണ്. 79.6% അതാണ് ഏറ്റവും വലിയ കണക്ക്. 80% ആളുകൾ ഈ പറയുന്ന നവകേരള സദസ്സ് യാത്ര അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ആ ബസ് യാത്രയെ വയനാട്ടിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വയനാട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, ഇവിടെയും ഞാൻ പറയുന്നത് 55.5% ആളുകൾ വളരെ മോശമാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനമെന്ന് വിലയിരുത്തുന്നു. അതേപോലെ തന്നെ 1ാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ 2ാം പിണറായി സർക്കാർ അങ്ങേയറ്റം മോശമായിരിക്കുന്നു എന്ന് പറയുന്നത് 72%-ലേറെ ആളുകളാണ് അല്ലെ. അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് അല്പമൊക്കെ മതിപ്പുള്ളൊരു ആളുകൾ കൂടിയാണ് വയനാട്ടിലെ ആളുകൾ എന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് നോക്കൂ, 79.6% ആളുകൾ ഈ പറയുന്ന നവകേരള സദസ്സ് ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാം കൊണ്ടും വയനാട്ടിലെ ജനങ്ങളുടെ ഒരു എതിർവികാരം സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അതിശക്തമായിട്ടുണ്ട്. അതായത് 2019 അതേ സ്ഥിതി തന്നെയാണ് 2024 വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ആന്റി ഗവൺമെന്റാണ് അവരുടെ വികാരം എന്ന് പറയുന്നത്. ആന്റി ഗവൺമെന്റ് ആയിരിക്കുന്നു, ഒപ്പം തന്നെ പ്രോ രാഹുൽ ഗാന്ധിയുമായിരിക്കുന്നു. അപ്പൊ അവിടെ വളരെ സ്ട്രോങ് ആണ് UDF കോൺസ്റ്റിറ്റ്യുവൻസി, UDF കോട്ട വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ആ വികാരം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയ 4 ലക്ഷത്തിന് മുകളിലത്തെ ആ ഒരു ഹിമാലയൻ ഭൂരിപക്ഷം ഇത്തവണ വയനാട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിലനിർത്തുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. കാരണം 49% നിൽക്കുകയാണ്. 50-ന് മുകളിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് വിഹിതം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഇതുപോലെ സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ, നവകേരള സദസ്സ് വേണ്ട എന്ന് പറയുന്നവർ ഇത്ര ശതമാനമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയിലേക്ക്, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന മികവിലേക്ക് അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങളിലേക്ക് എത്തുന്നില്ല? രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ ഇത്തവണയും കഴിയുമെന്ന് ഉറപ്പാക്കുന്ന എന്ത് ഘടകം? അവിടെ ലീഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. ദേശീയ തലത്തിലുള്ള ഉത്തരവാദിത്തം, ആ ഒരു ഉത്തരവാദിത്വം കൂടി വയനാട് കാണിച്ചു. അല്ല, നിശ്ചയമായിട്ട്. കാരണം വെച്ചാൽ ഒന്ന്, വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ വിജയിപ്പിച്ചു വിടേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യമുള്ള ജനങ്ങളാണ് വയനാട്ടിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള വോട്ടർമാർ. കഴിഞ്ഞ തവണത്തെ കാര്യം എന്ന് പറയുന്നത് നിശ്ചയമായും കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് ആദ്യമായി രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധിയെ കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. വയനാട്ടിലേക്ക് വന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്ന ആളാണ്. രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്. ആ അർത്ഥത്തിലൊക്കെ വന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധിയോടുള്ള ഒരു കൗതുകം എന്ന് പറയുന്നത്, ആ വികാരം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനോടൊപ്പം ഈ പറയുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പ്രധാനമന്ത്രിയായി വന്നേക്കാം എന്നൊരു സാധ്യത കൂടെ കാണുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമായി തങ്ങളുടെ മണ്ഡലം മാറും എന്നുള്ളൊരു വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 വോട്ടർമാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത് തന്നെ 2024 ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അത് അടുത്ത ചില ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഇന്ത്യ മുന്നണിയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണെന്ന് നമ്മൾ വയനാട്ടിലെ ആളുകളോട് ചോദിക്കുന്നുണ്ട്. അതൊന്ന് ചോദിച്ചു നോക്കൂ, അപ്പോൾ അറിയാലോ. ചോദിക്കണമല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ UDF-ഉം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. അതെ, സാമ്പത്തിക പ്രതിസന്ധി. നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. അത് സംസ്ഥാനമാണോ അതോ കേന്ദ്രമാണോ? വയനാട്ടിലെ ചിന്തിക്കുന്ന ജനതയുടെ ഉത്തരം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് അഭിപ്രായപ്പെടുന്നു 51.1% ആളുകൾ. അതായത് പകുതിയിലധികം ആളുകൾ പറയുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ്, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. കേന്ദ്ര നയം എന്ന് കരുതുന്നവർ 23.3% മാത്രമാണ്. അതിപ്പോൾ ഈ നവകേരള യാത്രയുമായി കണക്ട് ചെയ്ത് കൂടി അതിനോടുള്ള അഭിപ്രായം ഒരു കാര്യം കൂടി നമ്മൾ കാണണമെന്ന് എന്റെ അഭിപ്രായം. അതായത് ഇപ്പൊ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദമുഖം എന്താണ്? കേന്ദ്രത്തിന്റെ നയങ്ങൾ കൊണ്ടാണ് സംസ്ഥാനം ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിൽ പെട്ടിരിക്കുന്നതെന്നാണ്. പക്ഷേ അതിനകത്ത് വേറൊരു വാദമുഖം കൂടി സംസ്ഥാന സർക്കാർ വയ്ക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. അങ്ങനെ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഒത്തുകളിയാണ് നടത്തുന്നത് എന്നൊരു പ്രചാരണം കൂടി ഉണ്ട്. അല്ല, പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾക്കത് കൺവിൻസിംഗ് അല്ല, നിങ്ങൾ ഒരു ധവളപത്രം വെക്കൂ, നിങ്ങൾ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെക്കൂ. കാരണം ധനമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, സഭയിൽ പറയുന്നത്, പുറത്ത് പറയുന്നത്, ദില്ലിയിൽ പറയുന്നത്, ഈ കണക്കുകൾ ഒന്നാകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ന്യായമായ ഒരു ആവശ്യമല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് LDF സർക്കാർ എന്താണ് പ്രചരിപ്പിക്കുന്നത്? ഒന്നാമത്തെ പ്രചരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരിതത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ്. 2, അതിനെതിരായി ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ്. ഈ 2 ആർഗ്യുമെന്റുകളും എല്ലാ മണ്ഡലങ്ങളും, നമ്മൾ ഈ കവർ ചെയ്തു വന്ന 6 മണ്ഡലങ്ങളും തള്ളിക്കളയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? കേന്ദ്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, കൂടുതൽ കുഴപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്ന് സംസ്ഥാന സർക്കാരിനോട് ജനങ്ങൾ പറയുന്നതായിട്ടാണ് ഈ വോട്ട് കാണിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിനൊരു വോട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രതിപക്ഷം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആർഗ്യുമെന്റ് വിലപ്പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് ഈ വോട്ട് കാണിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് കേരളത്തിലെ സാമ്പത്തിക വീഴ്ചയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കത്തിനും കാരണമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ അംഗീകരിക്കുന്നു. ഒരു പ്രചാരണമാണ്. ആ പ്രചാരണമാണ് ക്വസ്റ്റ്യൻ നമ്പർ 11. ED, CBI പോലുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് രാഹുൽ ഗാന്ധി ആവർത്തിച്ചുന്നയിക്കുന്ന വിഷയമാണ്. അതിൽ ഉണ്ട് എന്ന് കരുതുന്നവർ 30.5%, ഇല്ല എന്ന് 34.6% പേരും കരുതുന്നു. അതായത് രാഹുൽ ഉന്നയിച്ച പ്രധാന വാദം തള്ളിക്കളഞ്ഞോ വയനാട്? MP പറയുന്നത് വോട്ടർമാർ വിശ്വസിക്കുന്നില്ല. ഉണ്ണി സാർ, ഇതെന്താണ്? ഇതെന്ത് മറിമായമാണ് പറയുന്നത്? അല്ല, MP പറയുന്നത് 34% പേര്, 35% അല്ലെ, ഓൾമോസ്റ്റ് 35%. 35% ആളുകൾ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് 30%. അറിയില്ല എന്നുള്ളത് 34%. 35% പേര് അത്രയും പറയുന്നുണ്ട്. അതിനൊരു വെയിറ്റേജ് കൂടി കൊടുക്കുകയാണെങ്കിൽ, അറിയാത്തവരുടെ എണ്ണത്തിൽ നിന്ന് കൂടി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ നമ്മൾ ശരാശരിയിൽ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ
ഉണ്ട് എന്ന പക്ഷം ശരിക്കും പറഞ്ഞാൽ ഇവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു വികാരം ആ മണ്ഡലത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതൊരു അത്ഭുതകരമായ കാര്യമാണ്. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധിയാണ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ED യെയും CBI യെയും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന് പറയുന്നത്. ആ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല, അഥവാ ആ ബോധ്യപ്പെട്ട ആളുകളുടെ എണ്ണം ചുരുക്കമാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവിടെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്ന ആരോപണങ്ങൾ പലതും അത് നിലനിൽക്കുന്നതല്ല എന്ന് വയനാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതുമാകാം. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ആയിരിക്കില്ല ഒരുപക്ഷെ അവർ തള്ളിക്കളയുന്നത്. സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കേന്ദ്ര ഏജൻസികളെ വേട്ടയാടൽ SFIO വന്നപ്പോഴും പറഞ്ഞതാണ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ ഈ പറയുന്ന ഫെബ്രുവരി 8-നാണ് നമ്മുടെ ഈ സർവേ അവസാനിക്കുന്നത്. സാമ്പിൾ സൈസ് ലാസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഫെബ്രുവരി 8-നാണ്. അതുവരെയുള്ള സമയത്ത് നമ്മൾ കണ്ടതാണ് SFIO അടക്കം വരുന്ന ലാൻഡ് ചെയ്യുന്ന ക്രൂഷ്യൽ ടൈമാണത്. അതെ. അടുത്തത് രാഹുലിന്റെ ഇന്ത്യ മുന്നണി. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചിട്ടുണ്ടല്ലോ. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്? നേട്ടമുണ്ടാക്കുമോ ഇന്ത്യ മുന്നണി? വലിയ നേട്ടമുണ്ടാക്കുമെന്ന 5.4% പേർ, മെച്ചപ്പെട്ട പ്രകടനമെന്ന 31.6% പേർ, ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്ന 41% പേർ, നിലവിലേതിനേക്കാൾ മോശമായി എന്ന 8.8%. ഇവിടെ ഈ 41%-വും ഈ 37%-വും തമ്മിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തക്കേട് വരുന്നത്. അവിടെയാണ് പ്രധാനം. ഈ നേരത്തെ സുജയ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു മറുപടി ഈ പറയുന്ന ചോദ്യത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ ഭരിക്കുമോ എന്ന വയനാട്ടിലെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ വയനാട്ടിലെ ജനങ്ങളിൽ 37% ആളുകളും പറഞ്ഞത് സാധ്യതയില്ല എന്നാണ്. 37% ആളുകൾ അല്ല സാധ്യതയുണ്ട് എന്നാണ്. 41% ആളുകൾ പറഞ്ഞ എന്താ സാധ്യതയില്ല എന്നാണ്. അതായത് ഇക്കുറി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും എന്ന് ആളുകൾ വിചാരിക്കുന്നില്ല, വയനാട്ടിലെ വോട്ടർമാർ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് 2019 നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, 2019 ഒരു വലിയ ബൂം രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല എന്നതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്ററായിട്ട് ഞാൻ കാണുന്നത് രാഹുൽ ഗാന്ധി സേഫാണ്. വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സേഫാണ്, ഒരു സംശയവും വേണ്ട. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സേഫാണ്. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരാൻ കഴിയുന്നതാണ്. പക്ഷേ നേരത്തെ സുജയ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് 2019 വലിയ വിജയം ആവർത്തിക്കാൻ കഴിയുമോ? 40% വോട്ടിന്റെ ഡിഫറൻസിലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം 4,31,000 അതെ 4,31,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി, അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ ഇരട്ടിയാണ് ഭൂരിപക്ഷം. അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ 40% വോട്ടിന്റെ ഡിഫറൻസോടുകൂടി വരുന്നത് നിശ്ചയമായും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ തന്നെ വയനാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി 41% ആളുകൾ അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് കരുതുന്നു. സാധ്യതയുള്ളത് എന്ന് കരുതുന്നവരുടെ എണ്ണം ന്യൂനപക്ഷമാകുന്നു, 37%. അതായത് ഇന്ത്യ മുന്നണി മാറ്റമുണ്ടാക്കില്ല, പക്ഷേ രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ് വയനാടിന്. അത് വയനാട് പറഞ്ഞു വെക്കുന്നുണ്ട്. MP-യെ അറിയാം, MP-യുടെ പേരറിയാം തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രാധാന്യമൊന്നും ഇല്ലാതാകുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രിയാകില്ല എന്ന് വയനാട്ടുകാർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മാൻഡേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 വരുന്നു. ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അവസാന ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നതാണ് നിങ്ങളുടെ ആഗ്രഹം? ആരാണ് ഒരു ഷുവർ ബെറ്റ് ആയി നമ്മൾ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന KK ശൈലജ? അവിടെയും വനിതാ മുഖ്യമന്ത്രി KK ശൈലജയ്ക്ക് 23.5% പേരുടെ പിന്തുണ വയനാട്ടിൽ നിന്നല്ലേ? അതെ, വയനാട്ടിലും പിണറായി വിജയൻ പിന്നിലാണ്. പിണറായി വിജയന് 18.4% ആളുകളുടെ പിന്തുണ. ശൈലജയുടെ തൊട്ട് പിന്നാലെ VD സതീശനാണ്. യെസ്, ആദ്യമായി VD സതീശൻ രണ്ടാമതെത്തുന്നു. അതെ, 21.8% പേർ VD സതീശന്റെ പേര് പറയുകയാണ്. അവിടെയും ഇവിടെ ഈ പറയുന്ന എന്ന് പറയുമ്പോഴും ഇടത് മുഖ്യമന്ത്രി ശൈലജയോടൊരു താല്പര്യം ആ മണ്ഡലം കാണിക്കുന്നു. ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കഴിഞ്ഞ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഇപ്പൊ നമ്മൾ 6ാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പറയുന്നത്, ഈ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിലും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏറ്റവും വലിയ ത്രെട്ടായിട്ട് വരുന്നത് ശൈലജയാണ്. VD സതീശനല്ല, അല്ലെങ്കിൽ ശശി തരൂരല്ല. അവിടെ നിന്ന് CPM-നുള്ളിൽ നിന്ന് തന്നെയാണ് ഒന്നാമത്തെ സ്ഥാനത്തേക്ക് ഈ KK ശൈലജ എന്ന് പറയുന്ന പേര് ഉയർന്നു വരുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ചോയ്സ് ഇപ്പോഴും ശൈലജയും. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ VD സതീശൻ വരുന്നത് ശ്രദ്ധിക്കണം, കാരണം അത് വയനാട് മണ്ഡലമാണ്. വയനാട് മണ്ഡലത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് VD സതീശൻ വരുന്നത് എന്ന് പറയുന്നത്. അതെ, തരൂരിന്റെ പേര് 14.5% പേരാണ്. സുരേഷ് ഗോപി എപ്പോഴും 10-ന് മുകളിലാണ് കേട്ടോ, 11.1%. അല്ല, ഇപ്പൊ അതാണ് ഇപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫേസ് വരുന്നത്. നോക്കൂ, KK ശൈലജ, പിണറായി വിജയൻ, VD സതീശൻ, സുരേഷ് ഗോപി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ. BJP-യിൽ നോക്കൂ, കെ സുരേന്ദ്രൻ 0%. ഇതെന്താണ്? ഹേ പ്രഭു, ഇതെന്താണ് സംഭവിക്കുന്നത്? അതെ അതെ.
അപ്പോൾ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി ഏറെക്കുറെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ഒരു സാധ്യത നമ്മൾ ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ണി സാർ തരാൻ സമയമായിരിക്കുന്നു. ഏത് മുന്നണി വിജയിക്കണം? അതാണല്ലോ ഏറ്റവും നിർണായകമായ ചോദ്യം. നോക്കാം ആൻസേഴ്സ്. വയനാട്ടിൽ ഏത് മുന്നണി? വയനാട്ടിൽ UDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ, 52.9%. 53% ആളുകൾ UDF വിജയിക്കുമെന്ന് പറയുമ്പോൾ LDF വിജയിക്കുന്നത് 33.1%. LDF-ന് നേട്ടമാണ് കേട്ടോ. നിങ്ങൾ നോക്കൂ, 25-ൽ നിന്ന് 33-ലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 8% വ്യത്യാസമുണ്ടാവുന്നു. എന്ന് മാത്രവുമല്ല, വലിയൊരു ഡിപ്പാണ് രാഹുൽ ഗാന്ധിയുടെ അതായത് 53%, 64%, 11% ഡിപ്പുണ്ടാകുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി അദ്ദേഹത്തെ അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുമ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് കരുതുന്ന ഈ വയനാട്ടിലെ വോട്ടർമാർ അവരുടെ ആ വോട്ട് പെർസെൻറ്റേജിൽ രാഹുൽ ഗാന്ധി വലിയ നഷ്ടമുണ്ടാകുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അല്ലെ, 53% UDF-ന് കിട്ടുക. 64 ഒരൊറ്റ വീഴ്ചയാ. അതെ, 64 ഏണിയും പാമ്പും കളിക്കില്ലേ? അപ്പോൾ അങ്ങനെ 70-ലെത്തി 64-ലെത്തി നിൽക്കുമ്പോൾ ഒരു പാമ്പ് വിഴുങ്ങുന്നു, താഴേക്ക് വരുന്നു, 53 ലാൻഡ് ചെയ്യുന്നു. CPI-യുടെ സ്ഥാനാർത്ഥി മികച്ചയാളാണെങ്കിൽ ഈ വ്യത്യാസം ഇനിയും ചുരുങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. 33 അതിന് മുകളിലേക്ക് CPI-യുടെ കാൻഡിഡേറ്റ് LDF-ന്റെ സ്ഥാനാർത്ഥി, അതെ, CPI-യുടെ സ്ഥാനാർത്ഥി ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നാൽ നല്ലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. രാഹുൽ ഗാന്ധി വളരെ സേഫാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു എന്താ പറയുക, 2 ലക്ഷം വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചു വരാവുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ്, 3 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ആണ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ 3 നിയമസഭാ മണ്ഡലങ്ങളുടെ ആധിപത്യവും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തവണത്തെ ആ ബൂം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുമ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നിശ്ചയമായും LDF-ന് അവിടെ കഴിയും. സുരക്ഷിതമായ മണ്ഡലം, രാജ്യത്തെ സുരക്ഷിതമായ മണ്ഡലം. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് എങ്കിൽ വയനാട്ടിൽ ആര് ജയിക്കും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ല. അവിടെ രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കും. പിന്നെ എത്ര ഭൂരിപക്ഷമുള്ളതാണ്, നമ്മൾ നല്ലൊരു ഫൈറ്റ് അവിടെ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് LDF നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ സാധ്യതയാണ്. തത്സമയം ചേരുന്നു. വെൽക്കം VS രഞ്ജിത്ത് ടു റിപ്പോർട്ടർ പ്രീ പോൾ മെഗാ സർവേ. വയനാടിന്റെ മനസ്സിൽ എന്താണ് രഞ്ജിത്ത്? സുജയ, വയനാട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മണ്ഡലമാണ്. വയനാട് ശരിക്കും UDF-ന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മണ്ഡലം എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2009 മുതൽ തന്നെ UDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ ഒരു ജനസാമാന്യം, ഒരു സോഷ്യോളജിക്കൽ മാപ്പ് പരിശോധിച്ചാൽ കുടിയേറ്റ കർഷകരുണ്ട്, മുസ്ലിം ജനസാമാന്യമുണ്ട്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്, ജൈനന്മാരും റോഹിംഗ്യൻ അഭയാർത്ഥികളും ശ്രീലങ്കൻ അഭയാർത്ഥികളും പോലുമുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. അപ്പോൾ ആ ജനസാമാന്യത്തിൽ ഈ കുടിയേറ്റ കർഷകരും അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയും അതുപോലെ മുസ്ലിം ജനസാമാന്യവും ഒക്കെ എപ്പോഴും UDF-നൊപ്പം നിൽക്കുന്നവരാണ്. ആ ഒരു സ്വഭാവം എല്ലാ കാലത്തും വയനാട് കാണിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ, കുറച്ചുകൂടി ഒരു പോപ്പുലറായ നേതാവ് വന്നപ്പോൾ, അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൊടുത്ത വോട്ടായിരുന്നു കഴിഞ്ഞ തവണ അത്രയും ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. ഇത്തവണ പ്രധാനമന്ത്രി ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ കൂടി ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന് കൊടുക്കുന്ന പരിഗണന രാഹുൽ ഗാന്ധിക്ക് കിട്ടും എന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. UDF-ന്റെ ഒരു സ്വഭാവം എല്ലാ ചോദ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ നവകേരള യാത്രയെ സംബന്ധിച്ച ചോദ്യത്തിലാണെങ്കിലും അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദ്യത്തിനാണെന്നൊക്കെ UDF-നോടുള്ള പ്രതിപത്തി ആ മണ്ഡലം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും CPM-നോട് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മാനന്തവാടി മണ്ഡലം ഒയാർക്കുള്ള MLA ആവുന്നു. അത്തരത്തിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ LDF-ന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു. അങ്ങനെ നോക്കുകയാണ്, തിരുവമ്പാടി LDF-നൊപ്പമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വയനാട്ടിൽ LDF-നും വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു മാറ്റം UDF-നൊപ്പം പരമ്പരാഗതമായി നിന്നിരുന്ന ജനങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതും നമുക്ക് ഈ മണ്ഡലത്തിലെ സർവേയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും സ്വാധീനമെന്നുള്ളത് ഈ പ്രീപോൾ സർവേയിൽ വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാലും UDF-ന് തന്നെയായിരിക്കും മേൽക്കൈ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഇപ്പോൾ 6 മണ്ഡലങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ വയനാട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഭൂരിപക്ഷത്തിലെ വലിയ ഒരു കുറവ് കാണുന്നത്. അതെ അതെ അതെ, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. 2019 വന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധി അല്ല നിശ്ചയമായും 2024 മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി. 2019 മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയോടുള്ള കൗതുകം അത് പോയിരിക്കുന്നു.
പിന്നെ ഒരു പെർഫോമൻസ് വിലയിരുത്തലും കൂടി നടക്കും കേട്ടോ. കാരണം വെച്ചാൽ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദേശീയ നേതാവാണ്, പക്ഷേ എന്റെ മണ്ഡലത്തിന് എന്ത് ഗുണമുണ്ടാകുന്നു? അപ്പോൾ ആനയും കടുവയും ഒക്കെ വിഷയം അല്ല, അതാണ് വലിയ ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എവിടെയാണ് പ്രതിഫലിക്കുക, ആർക്കെതിരെയാണ്? അല്ല, അതിനകത്ത് രണ്ടു കൂട്ടർക്കും പ്രതിഫലിക്കാം. കാരണം വെച്ചാൽ ഇപ്പൊ 18 ദിവസത്തിനിടെ 3 മരണം. 3 മരണം ഉണ്ടായിരിക്കുന്നു. അവിടെ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറയാറുണ്ടല്ലോ, ആ വയനാട്ടിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. റോഡിലേക്ക് ഇറങ്ങിയാൽ ആക്രമിക്കപ്പെടും എന്നുള്ളൊരവസ്ഥ, വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടും. മിനിഞ്ഞാന്നൊരു സ്ത്രീയുടെ ഓട്ടം നമ്മൾ കണ്ടതാണ് അല്ലേ. അവർ അബോധാവസ്ഥയിൽ വന്നൊരു വീട്ടിനകത്തേക്ക് വീഴുകയാണ് ഒരു കടുവയെ കണ്ടിട്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വയനാട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ടാകും. ആ വികാരങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ബൈറ്റുകളിലും കാണുന്നത്. ഞങ്ങൾ ഇറങ്ങാം, ഇന്ന് നിങ്ങൾ ഇറങ്ങണ്ട എന്നുള്ള പോലെയാണ്. അതെ, അങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാകുന്നു. ഒപ്പം അത് സ്വാഭാവികമല്ലേ, എം പിക്കെതിരായിട്ടൊരു വികാരം ഉണ്ടാകുന്നുള്ളത്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിയുന്നില്ല, അവർക്കൊരു ആശ്വാസം നൽകാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഓഫ് കോഴ്സ് ഭാരത് ജോഡോ ന്യായയാത്രയിലാണ്, പക്ഷേ അത് എത്രത്തോളം കൺവിൻസ് ചെയ്യിക്കാൻ അവിടെയുള്ള MLA-മാർക്ക് കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കർഷക മാർച്ചിൽ പങ്കെടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി ഒരു ദിവസം മാറി നിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ഈ പറയുന്ന ഡൽഹി കർഷക മാർച്ചിൽ, അതായത് ഇതിനിടയ്ക്ക് വെച്ചിട്ടൊന്ന് നിർത്തിയിട്ട് കർഷക മാർച്ച് വളരെ നിശ്ചയമായിട്ടും അത് അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു മാർച്ച് തന്നെയാണ്. കാരണം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ്. അതിലൊരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. ഇത്രയും എന്താ പറയുക, ഇത്രയധികം ആക്രമണങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ സംഭവിക്കുകയും ഒരു ജനത പേടിയിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ജനതയുടെ നായകനായി നിൽക്കുന്ന ഒരാൾ അവിടെ എത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി എത്തേണ്ട സന്ദർഭം തന്നെയാണ് വയനാട്. എന്തായാലും അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും കേട്ടോ. അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരവുമാണ്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വികാരവുമാണ്. അതുകൊണ്ട് അത് രണ്ടു കൂട്ടരും കൂടി ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായും രണ്ടിനും ഒരേ ഇഫക്റ്റ് ആയിരിക്കും. അതെ, കേന്ദ്ര നിയമമുണ്ട്. അപ്പോൾ നമ്മൾ വയനാട് വരെ എത്തിയിരിക്കുകയാണ്. 6 മണ്ഡലങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് ടാലി? 4-2 മാവേലിക്കരയും കാസർഗോഡും LDF-നൊപ്പം, 4 മണ്ഡലങ്ങൾ UDF-നൊപ്പം. 4-2 എന്ന ടാലിയിലാണ് റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്നത്. വയനാട്ടിലേക്ക് നമുക്ക് ഒന്നിച്ച് അതിജീവിക്കാം എന്ന് പറയാൻ രാഹുൽ ഗാന്ധി വരണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ ഇന്നത്തെ മെഗാ പ്രീപോൾ സർവേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.